ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു ഡിഫൻഡർ കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞാനാണെങ്കിൽ വണ്ടിയെ പേടായിട്ട് മോഡിഫൈ ചെയ്തു. ഇത് മുന്നേ വൈറ്റ് കളറിലായിരുന്നു. ഞാൻ ഈ വണ്ടിയുടെ കളർ മാറ്റി ബ്ലാക്ക് ആക്കി. പിന്നെ ഇതിൻ്റെ അലോയ്സ് മാറ്റി ഇതേപോലത്തെ വീല് ഞാൻ വെച്ചു. ഈ വീല് വെച്ചിട്ടേ നമുക്ക് പേടായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വീലാണിത്. ഒരു മിനിറ്റ്, സോമൻ എന്നെ വിളിക്കണ്ടല്ലോ. എടാ സോമ, എന്താ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ നൈസായിട്ട് പണിപ്പാളി. എന്താടാ, എന്താണ്ടായേ? എന്താ പ്രശ്നം? എടാ അതെ, ഞാൻ ഇന്നലെ ഒരു പുതിയ വണ്ടി മേടിച്ചു, താർ റോക്സ്. എൻ്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ സ്റ്റക്കായി. ഞാൻ എത്രയും പെട്ടെന്ന് ആ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ അങ്ങോട്ടേക്ക് വായോ. ഇതെന്തത്? സോമൻ ഫോൺ കട്ട് ചെയ്തല്ലോ. സോമൻ പറഞ്ഞതേ അവൻ്റെ വണ്ടി എവിടെയോ സ്റ്റക്കായിന്ന്. നമ്മളെ ഹെൽപ്പിന് വിളിച്ചേക്കാ. അവൻ പിന്നെ നമ്മളോടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരാനാ പറഞ്ഞേ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോമൻ പിന്നെ പുതിയ വണ്ടിയൊക്കെ മേടിച്ചോട്ടാ. വണ്ടി മേടിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. ഇപ്പം എൻ്റെ വണ്ടി സ്റ്റക്കായപ്പോളാ എന്നോട് പറയണേ. എന്തുട്ടായാലും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാം. സോമൻ പിന്നെ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവനെ സഹായിക്കാം. കൺസ്ട്രക്ഷൻ സൈറ്റ് പിന്നെ ഇവിടെ അടുത്താണ്, അധികം ദൂരില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ആ സൈറ്റിൽ വന്നേക്കാണ് കേട്ടാ. ഇവിടെ ഒരു താറുണ്ട്. ഇത് 5 ഡോർ താറാ. അതിന് താർ റോക്സ് എന്ന് പറയാ. ഇത് സോമൻ്റെ പുതിയ വണ്ടിയാ. അത് ഇവിടെയാണ് സ്റ്റക്കായേ. എടാ ഫ്രാങ്ക്ലിനെ, നീ വന്നാ? ഇത് നോക്കിയേ, എൻ്റെ വണ്ടി ഇവിടെ സ്റ്റക്കായി. ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ പെർഫോമൻസ് നോക്കിയതാ. അപ്പോൾ ഇത് ഇവിടെ സ്റ്റക്കായി. എന്തപ്പോൾ ചെയ്യാ? ഈ വണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുക. ബെസ്റ്റ്. വണ്ടിയുടെ പെർഫോമൻസ് നോക്കാനായിട്ട് നിനക്ക് വേറെ സ്ഥലം കിട്ടിയില്ലേ? ഇതിൻ്റെ മേത്തിൽ കൂടെ തന്നെ കയറ്റി. വണ്ടി അവിടെ മൊത്തത്തിൽ സ്റ്റക്കായി. ഇനിയിപ്പോൾ എങ്ങനെ പുറത്തേക്ക് ഇറക്കുക? എടാ ഫ്രാങ്ക്ലിനെ, നീ എന്തെങ്കിലും ചെയ്. ഇത് പുതിയ വണ്ടിയാണ്, മേടിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇതെനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഇതെങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്ക്. ആടെ സോമ, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഈ വണ്ടി സ്റ്റാർട്ടാവോ? ഈ വണ്ടി സ്റ്റാർട്ടാവും ട്ടാ. വണ്ടി ചെറുതായിട്ട് മുമ്പിലേക്ക് പോവുണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങണില്ല. ഇതിവിടെ മൊത്തത്തിൽ സ്റ്റക്കായിക്കാ. ഇനിയിപ്പോൾ നമുക്ക് വല്ല ടോ ട്രക്ക് വിളിക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ ഇത് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലേ? വണ്ടിയുടെ മൊത്തത്തിൽ സ്റ്റക്കായിക്കാ. അല്ലെങ്കിൽ വേണ്ട, ടോ ട്രക്കിൻ്റെ ആവശ്യമില്ല. അവിടെ മുമ്പിലേ ഒരു JCB ഉണ്ട്. JCB വെച്ചിട്ട് ആ വണ്ടി പുറത്തേക്ക് ഇറക്കാം. ഇതിവിടെ ഉണ്ടായിട്ടാണോ? എനിക്ക് പിന്നെ JCB ഓടിക്കാനറിയാം, പക്ഷെ മുമ്പിലത്തെ സംഭവമില്ലേ, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ JCBയിലാണെങ്കിൽ ഇഷ്ടംപോലെ ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ബട്ടൺസ് ആണോ? നമുക്ക് നോക്കി നോക്കാം. ആ മുമ്പിലത്തെ സംഭവമില്ലേ, അത് നമുക്ക് പൊക്കാം. ഇതെന്താ പൊങ്ങാത്ത? JCBക്ക് പവറില്ലേ? പൊങ്ങങ്ങോട്ട്. ആ താറ് പൊന്തിയുണ്ട് കേട്ടാ. ഇതേപോലെ നമുക്ക് തള്ളി താഴ്ത്തിക്കിടാൻ പറ്റും. നമുക്കപ്പോൾ ഒന്നുകൂടെ തള്ളി നോക്കാം. ലെറ്റ്സ് ഗോ. അതവിടെ വീണ്ടും സ്റ്റക്കായി. എന്നാൽ നമുക്ക് ഒന്നുകൂടെ തള്ളി നോക്കാം. അയ്യോ, ഈ വണ്ടി മറിഞ്ഞു വീണുല്ലോ. ഈ വണ്ടിയിൽ സൺറൂഫ് ഉള്ളതാ, അത് പൊളിഞ്ഞു പോയാ. വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല കേട്ടാ. ഭാഗ്യമുണ്ട്, വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. താറിന് പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതെ, നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് സ്റ്റാർട്ടാവോ? ഇതെന്തത്? വണ്ടി സ്റ്റാർട്ടാവണില്ല. അയ്യോ, പണിപ്പാളിയാ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരുമോ? വണ്ടി ഇതാ സ്റ്റാർട്ടായിട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇത് ഓടിക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എടാ ഫ്രാങ്ക്ലിനെ, താങ്ക്സ് ഡാ. നീ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി തിരിച്ചു കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ അവിടെ സ്റ്റക്കായിരുന്നേനെ. ആടെ സോമ, അത് കുഴപ്പമില്ല. നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്ക്, അത് മാത്രം മതി. ഓക്കെ, സോമൻ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാണ് കേട്ടാ. അവനെ വണ്ടിയുടെ പെർഫോമൻസ് നോക്കിയതാ, പക്ഷെ പണിപ്പാളി. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.